തെങ്കാശിയിലെ കാഴ്ചകൾ തീരുന്നില്ല. തെങ്കാശിയിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം ദൂരമുള്ള പുതിയ കുറ്റാലം വെള്ളച്ചാട്ടത്തിനടുത്തേക്കാണ് പോകുന്നത്. ടൂറിസ്റ്റ് സ്പോട്ട് കാണുന്നതിനുപരിയായി അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും സന്തോഷം പകരുന്നവയാണ്. അത്തരത്തിൽ റോഡിന് ഇരുഭാഗത്തുമുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് കുറ്റാലത്തേക്ക് പോകുന്നത്. തെങ്കാശി ഭാഗത്തു നിന്നും കുറ്റാലത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. വിനോദസഞ്ചാരികളെയും കൊണ്ട് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുന്ന വാഹനങ്ങളും മറ്റ് യാത്രക്കാരുമൊക്കെയായി റോഡിലും റോഡ് സൈഡിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് വാഹനം പോകുന്നതിന് വേണ്ടി എൻട്രി ഫീസായി 70 രൂപയുടെ പാസ് എടുക്കേണ്ടി വന്നു. പാസ് എടുത്തതിന് ശേഷമാണ് വാഹനം അങ്ങോട്ട് കടത്തിവിടുന്നില്ലെന്ന് അറിയുന്നത്. പണം തിരികെ ചോദിച്ചപ്പോൾ തിരികെ തരുവാൻ പുള്ളിക്കാരനൊരു മടി. എന്തായാലും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെത്തി പണം തിരികെ വാങ്ങിത്തന്ന് പ്രശ്നം പരിഹരിച്ചു. വാഹനത്തിൽ നിന്നും ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. വിനോദസഞ്ചാര കേന്ദ്രമെന്നതിലുപരി വെള്ളച്ചാട്ടത്തിന്റെ പരിസരം നല്ലൊരു വ്യാപാര കേന്ദ്രം കൂടിയാണ്. ഇവിടെ നിരനിരയായി ധാരാളം കടകളുണ്ട്. ചെരുപ്പും ബാഗും വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ വിൽക്കുന്ന കടകളാണ് കൂടുതലായിട്ടുള്ളത്. അതോടൊപ്പം ലഘു ഭക്ഷണശാലകളുമുണ്ട്. കാടമുട്ട ചേർന്നിട്ടുള്ള എന്തോ പാനീയമാണ്. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്തായിട്ടാണ് കുറ്റാലം വെള്ളച്ചാട്ടം. തെങ്കാശിയിലുള്ള പ്രശസ്തങ്ങളായ 9 വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണിത്. ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ വനാന്തർഭാഗങ്ങളിൽ കൂടി ഒഴുകിയെത്തുന്ന ഈ വെള്ളത്തിൽ കുളിക്കുന്നത് രോഗശാന്തി വരുത്തുമെന്ന് വിശ്വസിക്കുന്നു. വെള്ളച്ചാട്ടത്തിനടുത്ത് ധാരാളം വിനോദസഞ്ചാരികൾ എത്തിയിട്ടുണ്ടെങ്കിലും വെള്ളം കൂടുതലായതുകൊണ്ടാകണം വെള്ളച്ചാട്ടത്തിലിറങ്ങി കുളിക്കുവാൻ ആർക്കും അനുവാദമുണ്ടായിരുന്നില്ല. കൂടാതെ വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ള ക്ഷേത്രത്തിൽ എന്തോ ചടങ്ങ് നടക്കുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിലിറങ്ങി കുളിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്രയും ആൾക്കാർ ഇങ്ങനെ ഇവിടെ കൂടി നിൽക്കുന്നത് കുറ്റാലം വെള്ളച്ചാട്ടം അത്രയ്ക്കും മനോഹരമായത് കൊണ്ട് തന്നെയായിരിക്കും. இங்கே இருக்குது